Hello, now we are going to do the last topic in module 2, data transformation and data discretization. ഈ പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നേരത്തെ തൊട്ട് പറഞ്ഞു, നമുക്ക് മൈനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അൽഗോറിതംസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അൽഗോറിതത്തിന് ആവശ്യമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് നമ്മുടെ ഡേറ്റയെ കൺവേർട്ട് ചെയ്യണം. ആ പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിസ്ക്രിറ്റൈസേഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ 2 തിങ്സ്. ഒന്ന്, അൽഗോറിതം എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാനും, രണ്ട്, റിസൾട്ട്സ് നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ടും നമ്മൾ ഈ പ്രോസസ്സുകളാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. So let's look at most of the things that I'm going to discuss today. നമ്മൾ നേരത്തെ എപ്പോഴെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Okay, I'm just putting it in perspective. Now, data transformation and discretization. ഡേറ്റ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഒന്ന്, മൈനിങ് പ്രോസസ്സിനെ എഫിഷ്യന്റ് ആക്കാനും നമുക്ക് കിട്ടുന്ന പാറ്റേൺസിനെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനുമാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിസ്ക്രിറ്റൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിറ്റൈസേഷൻ ഇസ് ജസ്റ്റ് അനദർ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. പല മെത്തേഡ്സ് നമ്മൾ നോക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഡിസ്ക്രിറ്റൈസേഷനും നോക്കും. ഓക്കെ, നൗ I told you many of the strategies we've already looked at earlier. So ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആദ്യത്തെ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇസ് സ്മൂത്തിങ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? നോയ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. സ്മൂത്തിങ്ങിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ബിന്നിങ്, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബിന്നിങ്ങും റിഗ്രഷനും ക്ലസ്റ്ററിങ്ങും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ. ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തക്കവണ്ണം നമ്മുടെ ആട്രിബ്യൂട്ട്സ്, നമ്മൾ ഇപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് പോരാന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ആട്രിബ്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വാല്യൂ കിട്ടേണ്ടതെങ്കിൽ അതിനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രിഗേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കാം ആ പുതിയ ആട്രിബ്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഗിവൺ സെറ്റിൽ നിന്നും പുതിയ ആട്രിബ്യൂട്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിനാണ് ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഹെൽപ്സ് ദ മൈനിങ് പ്രോസസ്. മൂന്നാമത് അഗ്രിഗേഷൻ. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സം, കൗണ്ട്, ആവറേജ്, അങ്ങനത്തെ ഫങ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അഗ്രിഗേഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. And we have seen some of these, average, total, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ അഗ്രിഗേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആണ് ഡേറ്റ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലെവൽസ് ഓഫ് കോൺസെപ്റ്റ് ഹൈറാർക്കി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ അഗ്രിഗേറ്റ്, എന്തോരം അഗ്രിഗേഷൻ ഉണ്ടോ അതേ ബേസ് ചെയ്തിട്ടാണ് ലെവൽസ് ഓഫ് കോൺസെപ്റ്റ് ഹൈറാർക്കി നമ്മൾ പല ആട്രിബ്യൂട്ട്സിലും ഡിസൈഡ് ചെയ്യുന്നത്. Okay, so there will be multiple levels of abstraction and multiple levels of concepts when we are designing data cubes depending on the requirement. Okay, അടുത്തത് നോർമലൈസേഷൻ. നേരത്തെയും ഇത് പറഞ്ഞു തന്നിരുന്നതാണ്. നോർമലൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ചില ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ് ലാർജ് വാല്യൂസും ചില ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ് സ്മോളും ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് അതിന്മേൽ അപ്ലൈ ചെയ്യുമ്പം ഈ ലാർജർ വാല്യൂസ് ആയിട്ടുള്ളതിന് കൂടുതൽ പ്രീസിഡൻസ് കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആട്രിബ്യൂട്ട് വാല്യൂസിനെയും നമ്മൾ ഒരു പർട്ടിക്കുലർ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യും. നോർമലി നമ്മൾ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ -1 + 1 അല്ലെങ്കിൽ 0 to 1 റേഞ്ചസിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരാനായിട്ട് വേറെ പല കാര്യങ്ങളും we are going to look at normalization in this section, and there are other methods also which can be used to bring the values to a particular range. Okay, പിന്നെ ഡിസ്ക്രിറ്റൈസേഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് നോമിനൽ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെയും പറഞ്ഞിരുന്നതാണ്, ഏജിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, നമുക്ക് ഏജ് 1 to age 60 ഉണ്ടെങ്കിൽ നമുക്കതിനെ ഈ 1 to 3 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം റേഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. യൂത്ത്, അഡൽട്ട്, സീനിയർ എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു 20 വയസ്സിന് താഴെയുള്ള എല്ലാവരും യൂത്തും 20-ന് മുകളിലുള്ള എല്ലാവരും അഡൽട്ട്സും, 20 തൊട്ട് 50 വരെ ഉള്ളവരെല്ലാം അഡൽട്ട്സും 50-ന് മുകളിലുള്ളവരൊക്കെ സീനിയേഴ്സും എന്ന് പറഞ്ഞ് നമ്മൾ
കോൺസെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂമറിക് വാല്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കോൺസെപ്റ്റ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ദിസ് ഈസ് എ ഡിസ്ക്രിറ്റൈസേഷൻ പ്രോസസ്. Okay, now labels റിക്കേഴ്സീവ്ലി ഓർഗനൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോവർ ആയിട്ടുള്ളതിൽ നിന്നും മുകളിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ലേബിൾസ് ക്യാൻ ബി റിക്കേഴ്സീവ്ലി ഓർഗനൈസ്ഡ് ഇൻ ടു ഹയർ ലെവൽ കോൺസെപ്റ്റ്സ്. ഓക്കെ, ഇനി യൂത്തിനെ തന്നെ എനിക്ക് വേണമെങ്കിൽ വീണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അഡൾട്ടിനെ തന്നെ വേണമെങ്കിൽ വീണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും based on ranges. Okay, this is actually concept hierarchy. Okay, more than one concept hierarchy നമുക്ക് വേണമെങ്കിൽ ഒരേ ആട്രിബ്യൂട്ടിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും if it is possible. Okay, യൂത്തിൽ തന്നെ ഇനി വേണമെങ്കിൽ എന്തുവാ ചൈൽഡ് ആയിട്ടും ടീൻ ആയിട്ടും ആൻഡ് ടീനേജ് അല്ലാത്ത യൂത്ത് ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ ഓരോന്നിനെയും ഹൈറാർക്കിക്കലി നമുക്ക് ഡിവൈഡ് ചെയ്ത് ആവശ്യം അനുസരിച്ച്, റിമെമ്പർ ഡേറ്റ ക്യൂബ്സ് ആർ ഫോർ ദ റിക്വയർമെന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അപ്പൊ ആ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഈ കോൺസെപ്റ്റ് ഹൈറാർക്കീസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ക്രിറ്റൈസേഷൻ. Okay, and we looked at one example. ഇത് നേരത്തെ കണ്ടിട്ടുള്ള എക്സാമ്പിൾ ആണ്. പ്രൈസെ ബേസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ലോവസ്റ്റ് ലെവൽ 100 ഇന്റെ റേഞ്ച് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലുള്ളത് 200 റേഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ മുകളിലുള്ളത് 1000 റേഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. Okay, so this example we had already seen earlier. This is a concept hierarchy. Now, concept hierarchy ന്യൂമറിക് വാല്യൂസിൻ്റെതാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇതേ കോൺസെപ്റ്റ് ഹൈറാർക്കി നമുക്ക് നോമിനൽ ഡേറ്റയിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് സ്ട്രീറ്റ് അഡ്രസ്. അഡ്രസ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ന്യൂമറിക് ഡേറ്റ. ഓക്കെ, അതിനെ കോൺസെപ്റ്റ് ഹൈറാർക്കി ആയിട്ട് ഡിസ്ക്രിറ്റൈസ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും ലോവർ ലെവലിൽ ഹൗസ് നമ്പർ, അതിന്റെ മുകളിലത്തെ ലെവലിൽ സ്ട്രീറ്റ്, അതിന്റെ മുകളിലത്തെ ലെവലിൽ സിറ്റി, അതിന്റെ മുകളിലത്തെ ലെവലിൽ പ്രോവിൻസ്, അതിന്റെ മുകളിലത്തെ ലെവലിൽ സ്റ്റേറ്റ്. ഓക്കെ, ഇതിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റും, ഓഫ് കോഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ഹൈറാർക്കി. ഓക്കെ, സോറി, ഹൈറാർക്കി അല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെന്റ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഡിസ്ക്രിറ്റൈസേഷൻ ടെക്നിക്സ്. ഡിസ്ക്രിറ്റൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർവൈസ്ഡ് ഡിസ്ക്രിറ്റൈസേഷൻ, unsupervised discretization, top-down discretization or splitting, and bottom-up discretization or merging. Okay, so supervised and unsupervised നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഡേറ്റയുടെ കൂടെ ഡേറ്റ ഡിസ്ക്രിറ്റൈസ് ചെയ്യാനായിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണെങ്കിൽ ആ ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ക്രിറ്റൈസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് സൂപ്പർവൈസ്ഡ് ഡിസ്ക്രിറ്റൈസേഷൻ. Unsupervised discretization is when the class labels are not available in our data set. Okay, ഇത് കൂടാതെ ടോപ്പ് ഡൗണും ബോട്ടം അപ്പും ആണ് ഉള്ളത്. ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് മൊത്തം ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ആ മൊത്തം ഡേറ്റയിൽ വി ഫൈൻഡ് എ ഫ്യൂ സ്പ്ലിറ്റിംഗ് പോയിന്റ്സ്. ഓക്കെ, മൊത്തം ഡേറ്റയെ 2 ആയിട്ടോ 3 ആയിട്ടോ ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു ഫ്യൂ സ്പ്ലിറ്റിംഗ് പോയിന്റ്സ് നമ്മൾ കണ്ടെത്തും. എന്നിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത ആ ഡേറ്റയെ വീണ്ടും എടുത്തിട്ട് അതിൽ വീണ്ടും സ്പ്ലിറ്റിംഗ് പോയിന്റ്സ് കണ്ടെത്തും. അങ്ങനെ ടിൽ വി അറൈവ് അറ്റ് ദ ലെവൽ വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ അവർ പർട്ടിക്കുലർ യൂസ്. ഓക്കെ, ഏത് ലെവൽ വരെയാണോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത്രയും ലെവൽ വരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഡിസ്ക്രിറ്റൈസ് ചെയ്യാം. ഇനി ഇതല്ലാതെ വേണമെങ്കിൽ നമുക്ക് ബോട്ടം അപ്പ് ചെയ്യാൻ പറ്റും. ബോട്ടം അപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ, എല്ലാ ഡിഫറെന്റ് വാല്യൂസും, പേജ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എല്ലാ ഡിഫറെന്റ് വാല്യൂസും ഇസ് എ സ്പ്ലിറ്റ്. എന്നിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡിഫറെന്റ് വാല്യൂസിനെ നമുക്ക് മേർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി ഓരോ ലെവലും മേർജ് ചെയ്താണ് പോരുന്നത് until we get to the highest level. Okay, so this is bottom up discretization or merging. Okay, now data transformation by normalization.
ഡിസ്ക്രിറ്റൈസേഷൻ അവിടെ നിർത്തി. ഓക്കെ, ഡേറ്റ ട്രാൻസ്ഫോർമേഷന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അവിടെ നിർത്തി. ഇനി നോർമലൈസേഷൻ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ ചെയ്യുന്നത്? ഡിഫറെന്റ് വാല്യൂസ്, നേരത്തെ ഡേറ്റ ക്യൂബ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞാണ്, നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്ത് പല ഡേറ്റ സോഴ്സുകളിൽ നിന്നും കിട്ടുന്ന വാല്യൂസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ആർ ഡിസ്റ്റൻസ് ആൻഡ് വെയിറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് മെട്രിക് സിസ്റ്റമാണ് ഇന്ത്യ യൂസ് ചെയ്യുന്നത്. US സ്റ്റാൻഡേർഡ് മെട്രിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാണ് ആ മെട്രിക് സിസ്റ്റംസ് പറയുന്നത്. ഇത് 2 ഡിഫറെന്റ് വാല്യൂസ് ആണ് കിടക്കുന്നതെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ്, ദാറ്റ് ഇസ് ഞാൻ എൻ്റെ മീറ്റർ അല്ലെങ്കിൽ ഇഞ്ചസിൽ മെഷർ ചെയ്യുന്നത്, മീറ്റേഴ്സിൽ ഒരിടത്ത് കിടക്കുന്നു, ഇഞ്ചസിൽ മറ്റേടത്ത് കിടക്കുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നാക്കണം, നോർമലൈസ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഞാൻ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ വാല്യൂസ് കിട്ടത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് വെയിറ്റ്. പൗണ്ട്സിൽ ഒരിടത്ത് കിടക്കുന്നു, കിലോഗ്രാംസിൽ കിലോസിൽ വേറൊരിടത്ത് കിടക്കുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മൾ നോർമലൈസ് ചെയ്തെങ്കിൽ മാത്രമേ പ്രോപ്പർ റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. ദാറ്റ് ഇസ് വൺ റീസൺ ഫോർ normalization. Another reason for normalization is that some values will be larger than the other. ഈ larger ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസിൽ ഡോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാ വാല്യൂസിനും ഈക്വൽ വെയിറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലൈസേഷൻ ചെയ്യുന്നു. Okay, so it is a standardization process so that dependencies can be avoided. Okay, ഓരോ ആട്രിബ്യൂട്ട്സിലുള്ള ഡിപ്പെൻഡൻസീസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. Now, as I told you earlier, it is possible to bring it to a range of 0 to 1 or to a range of -1 to 1. Let's look at the methods. 3 methods ആണ് നമ്മൾ ഈ നമ്മുടെ സിലബസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് മീൻ മാക്സ് നോർമലൈസേഷൻ, അടുത്തത് Z സ്കോർ, സീറോ മീൻ നോർമലൈസേഷൻ, Z സ്കോർ നോർമലൈസേഷൻ അല്ലെങ്കിൽ സീറോ മീൻ നോർമലൈസേഷൻ, ആൻഡ് അടുത്തത് നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ്. Okay, ആ 3 methods ആണ് നമ്മൾ നോക്കുന്നത്. If you do not have a paper and a pen, please bring a paper and a pen, a calculator. Just be going to use one simple example for each of these types. ഇത് previous question papers questions ചോദിച്ചിട്ടുള്ളതാണ്. So you should not എന്താ പറയാ ഡിസ്റിഗാർഡ് ചെയ്യല്ലേ, ഈ പർട്ടിക്കുലർ ടോപ്പിക് പഠിക്കണം. Okay, now min max normalization, it maps every value to a particular range. അപ്പോൾ ഒരു നമുക്ക് ഉള്ള വാല്യൂ v ആണെങ്കിൽ അത് v ഡാഷിലേക്ക് കൺവേർട്ട് ചെയ്യും, where the values are in the range some new minimum to some new maximum. Okay, so -1 to 1 ആണെങ്കിൽ minimum is -1, new minimum is -1 and new maximum is +1. 0 to 1 ആണെങ്കിൽ new minimum is 0 and new max is 1. എന്തു ആയിക്കോട്ടെ. Okay, the equation is v dash, that is the new value, is equal to the old value v minus പഴയ വാല്യൂസിന്റെ മിനിമം divided by പഴയ വാല്യൂയുടെ maximum minus minimum, that is range, into the new max minus new min plus new min. Okay, now we are going to look at an example. ഈ ഇക്വേഷനിലൂടെ ചെയ്യുന്നത് we are trying to preserve the relationship between the original data without obscuring the relationship inside the attributes. പക്ഷേ at the same time we are bringing it to the range of minimum, new min and new max. So ഒന്നെങ്കിൽ -1 1 or 0 1. Okay, example ഇവിടെ തന്നിരിക്കുന്നത്, suppose that the minimum and maximum values for the attribute, that is പഴയ minimum maximum. So നമ്മുടെ കേസിൽ ഈ ഇക്വേഷനിൽ min a യും max a യും ആണ് ആദ്യം തന്നിരിക്കുന്നത്. min a is $12,000 and the attribute is income. Okay, and max a is 98,000. We would like to map the income to the range 0 1. Appa new min is 0 and new max is 1. And the value, ipo ulla value is 73,600. So നമ്മുടെ equation പ്രകാരം ipo ulla value minus പഴയ min divided by പഴയ max minus പഴയ min into new max minus new min plus new min. Okay, so values idilekku substitute here, you will get the answer 0.716. So it is in the range of 0 to 1.
ഈ രീതിയിൽ ഏത് വാല്യൂ വേണേലും നമുക്കൊരു പുതിയ റേഞ്ചിലേക്ക് without obscuring the relationship between the values in the particular attribute നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് സീറോ മീൻ നോർമലൈസേഷൻ അല്ലെങ്കിൽ Z സ്കോർ നോർമലൈസേഷൻ. അതിന്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് പുതിയ വാല്യൂ VI is equal to പഴയ വാല്യൂ VI മൈനസ് ആ ആട്രിബ്യൂട്ടിന്റെ മീൻ divided by attribute in the standard deviation. So Z score normalization is based on the mean and standard deviations. നമുക്ക് വാല്യൂസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമല്ലോ. എല്ലാ വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ നമ്പർ ഓഫ് വാല്യൂസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ മീൻ കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഇസ് the each value minus the mean the whole square. അതെല്ലാം കൂടെ സം ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ n. ഇത് വേരിയൻസ്, ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡയറക്ട്ലി തന്നിട്ടില്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം Z സ്കോർ നോർമലൈസേഷൻ ചെയ്യാൻ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ന്യൂ. സോ ഇത് സീറോ റേഞ്ചിലേക്കല്ല കൊണ്ടുവരുന്നത് based on the mean and standard deviation. Okay, so it will become much larger, smaller values than the original value. Okay, so ഇവിടെ ഒരു example. Suppose that mean and standard deviation values for the attribute income are mean 54,000 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16,000 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 73,600നെ നമ്മൾ നോർമലൈസ് ചെയ്യുമ്പോൾ we will get 73,600 minus the mean 54,000 divided by standard deviation which is 16,000 and we get the value 1.225. where ഇവിടെ range 0 to 1 അല്ലെങ്കിൽ -1 to 1 അല്ല. Okay, it is based on what is your mean and your standard deviation. Okay, now normalization by decimal scaling. Decimal scaling എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എത്രയാണോ ഉള്ളത് അതിനെ എല്ലാത്തിനെയും 1ന് ബിലോ ആക്കും. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂവിന് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും ഡിജിറ്റ്സ് ഡെസിമൽ പോയിന്റ്സ് നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ 985 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണെങ്കിൽ 0.985 ആയിരിക്കും അതിന്റെ ഈക്വലന്റ് സ്കെയിലിംഗ്. ഓക്കെ, സോ അതെങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ മാക്സിമം വാല്യൂ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, മാക്സിമം ആബ്സല്യൂട്ട് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ മാക്സിമം വാല്യൂ. സോ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഈ ജെ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ എല്ലാ വാല്യൂവും 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ I will be able to get all values in the range of 0 to 1. സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. This is an example. Supposing നമ്മളുടെ values are in the range of -986 to 917. So ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഇന്റെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ 986 ആണല്ലോ അബ്സല്യൂട്ട് വാല്യൂവിന്റെ മാക്സിമം. ഇതിന് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3. Okay, so just round 986 to the next highest 10⁻² whatever value and ആ വാല്യൂ വെച്ചിട്ട് ഞാൻ എല്ലാ നമ്പേഴ്സും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ I will get the range from -1 to 1. So -986 is -0.986 and 917 will be 0.917. Okay, so closest ആയിട്ടുള്ള 10⁻² whatever J value കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂവും ഇൻ ദ റേഞ്ച് ഓഫ് -1 to 1 കൊണ്ടുവരാനായിട്ട് കഴിയും. ഓക്കെ, നൗ അതർ മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രിറ്റൈസേഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സ് ആണ്. ബിന്നിങ്, ഹിസ്റ്റോഗ്രാം, ക്ലസ്റ്റർ, ഡിസിഷൻ ട്രീസ്. ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് we will look at later. ഡിസിഷൻ ട്രീസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നിരുന്നു. ഡിസിഷൻ ട്രീസ് ആൻഡ് കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ അനാലിസിസ് chi-square ഒക്കെ ചെയ്തതാണല്ലോ. Okay, now let's go to concept hierarchy generation for nominal data. എങ്ങനെയാണ് concept hierarchies
നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഫോർ നോമിനൽ ഡേറ്റ. ഇത് പല പ്രാവശ്യം പലയിടത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വി ആർ ജസ്റ്റ് ഗോയിങ് ടു consolidate everything that we already know. Okay, now nominal attributes എന്ന് പറഞ്ഞാൽ എന്താണ്? They are categoric data, എന്ന് വെച്ചാൽ categories ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ്. ബട്ട് we cannot give it a particular order. അതിനെയാണ് നോമിനൽ ഡേറ്റ എന്ന് കൊടുക്കുന്നത്. Now supposing we look at some examples. Location categories ആണ്, നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പക്ഷെ അതിനെ ഇന്ന പർട്ടിക്കുലർ ഓർഡർ എന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി ജോബ് കാറ്റഗറീസ്. ഓക്കെ, ജോബ് കാറ്റഗറീസും ഐ ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻടു ഗ്രൂപ്സ്. ഓക്കെ, ബട്ട് ഐ cannot always say that one is above the other or one is below the other. ഇനി ഐറ്റം ടൈപ്പ് അഗെയിൻ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, ബട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റണം എന്നില്ല. ഓക്കെ, നൗ ഹൈറാർക്കി എന്ന് പറയുന്നത് നോർമലി നമ്മുടെ സ്കീമയിൽ, ഡേറ്റാബേസ് സ്കീമയിൽ നോർമലി ഇംപ്ലിസിറ്റ് ആണ്. ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, പക്ഷേ നമ്മൾ വെയർഹൗസിൽ നമ്മൾ ഈ ഹൈറാർക്കി ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പർട്ടിക്കുലർ ലെവൽസിലേക്ക് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ സിൻസ് വി ആർ കൺവേർട്ടിംഗ്, നോർമൽ കേസുകളിൽ വി ആർ കൺവേർട്ടിംഗ് ഫ്രം എ ഡേറ്റാബേസ് സ്കീമ ടു എ ഡേറ്റ വെയർഹൗസ് സ്റ്റോറേജ്. സോ നമുക്ക് ഇംപ്ലിസൈറ്റ് ആയിട്ട് ഈ ഡേറ്റാസ് അവൈലബിൾ ആയതുകൊണ്ട് ഒരു പരിധി വരെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്കീമ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഹൈറാർക്കീസും ഡിഫൈൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ യൂസറിന് അത് കറക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. സോ കോൺസെപ്റ്റ് ഹൈറാർക്കീസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡേറ്റ സ്കീമാസിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്ത് ലെവൽസ് ഓഫ് ഗ്രാനുലാരിറ്റി, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗ്രാനുലാരിറ്റിയിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഈ കോൺസെപ്റ്റ് ഹൈറാർക്കി. Okay, for example, data mining patterns regarding sales. Okay, we know that ഓരോ റീജിയൻ ആയിട്ടും കൺട്രീസ് ആയിട്ടും ഒക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻ അഡീഷൻ ടു ഡിഫറെന്റ് ബ്രാഞ്ചസ് നമുക്ക് ആ കോൺസെപ്റ്റ്സിനെയും കൂടെ ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഓരോ റീജിയൻ ആയിട്ടും ഓരോ കൺട്രീസ് ആയിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയും ഓട്ടോമാറ്റിക്കലി. Okay, now let's look at some of the methods for creating concept hierarchy. One, by specification of a partial ordering of attributes explicitly at the schema level by users or experts. Okay, that means user അല്ലെങ്കിൽ ആ ഡൊമെയിൻ എക്സ്പേർട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇന്ന പാർഷ്യൽ ഓർഡറിങ് ഒരു ആട്രിബ്യൂട്ടിനുണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഈ യൂസേഴ്സ് തന്നെ ഡിഫൈൻ ചെയ്യുന്നു. നൗ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റയിൽ ചിലപ്പോൾ യൂസറിനും എക്സ്പേർട്ടിനും ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തിട്ട് ആ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സ്കീമയെ നമുക്ക് കറക്റ്റോ ഓൾട്ടറോ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അഡ്രസ് ആണുള്ളതെങ്കിൽ നമുക്ക് ഡിഫൈൻ നേരത്തെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ദാറ്റ് ഇത് മോസ്റ്റ് പ്രോബബ്ലി കിടക്കുന്നത് ഏത് രീതിയിലായിരിക്കും, ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, സിറ്റി, പ്രോവിൻസ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി. അതായിരിക്കുമല്ലോ അതിന്റെ ഒരു ഹൈറാർക്കി ലെവൽസ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ നമ്പർ ഓഫ് സ്ട്രീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ദാൻ ഇറ്റ്സ് തൊട്ട് മുകളിലത്തെ ഹൈറാർക്കി. ഓക്കെ, there will be a number of streets in a city, there will be a number of cities in a state, there will be a number of states in a country, there will be a number of countries in a continent. Okay, അങ്ങനെ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി കൗണ്ട് അനുസരിച്ച് നമുക്ക് ഈ കോൺസെപ്റ്റ് ഹൈറാർക്കീസ് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓട്ടോമേറ്റഡ് ആയിട്ട്. ആൻഡ് ദെൻ വൺസ് ഇറ്റ് ഇസ് ജനറേറ്റഡ് ദ യൂസർ ഓർ ദി domain expert can look into the concept hierarchy that is defined and changes, modifications എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അടുത്തത് specification of a portion of a hierarchy by explicit data grouping. ഓക്കെ, ചില കാര്യങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മാനുവൽ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൺട്രി ഇസ് കാനഡ. ഈ കാനഡ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രേരീസ് കാനഡ ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ. ഈ പ്രേരീസ് കാനഡയുടെ അടിയിൽ കുറെ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്, ബ്രിട്ടീഷ് കൊളംബിയയുടെ അടിയിൽ കുറെ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ,
സോ ആ രീതിയിൽ വേണമെങ്കിൽ മാനുവൽ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കോൺസെപ്റ്റ് ഹൈറാർക്കീസ് വെക്കാൻ പറ്റും. ബിക്കോസ് ദിസ് ഇസ് നോട്ട് തന്നെത്താനെ കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു കൺട്രിക്കകത്ത് വീണ്ടും ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി തന്നെ വരും. ഓക്കെ, അടുത്തത് specification of a set of attributes but not of their partial ordering. Okay, അപ്പം attributes specification കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് പിന്നെയും പാർഷ്യൽ ഓർഡറിംഗ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. മീനിങ് ഫുൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നോർമലി ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമ്പർ കൂടുതലായിരിക്കും. ലൈക്ക് ഐ ടോൾഡ് യു, സിറ്റീസ് ഇതിന്റെ എണ്ണം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. ഡിഫറെന്റ് വാല്യൂസ് ആ സിറ്റി ആട്രിബ്യൂട്ടിൽ കൂടുതലുണ്ടാവും. എന്നാൽ സിറ്റി ആട്രിബ്യൂട്ടിൽ തൊട്ട് മുകളിൽ കിടക്കുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ് കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് സിറ്റി ആട്രിബ്യൂട്ട്സ് കുറവായിരിക്കും. സിറ്റി സ്റ്റേറ്റ്സിനെക്കാട്ടിലും കുറവായിരിക്കും നമ്പർ ഓഫ് കൺട്രീസ്. അങ്ങനെ we can, depending on the number, normally lower concepts have got higher number and higher concepts have got lower number. അപ്പോൾ ആ ഒരു ബേസിസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പാർഷ്യൽ ഓർഡറിംഗ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കോൺസെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് there can be given the option to the user or to the domain expert to make any swappings or changes, that adjustments that are required. ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തത് പോരാ എന്ന് തോന്നുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒക്കെ ഉള്ള പ്രൊവിഷൻ നമുക്ക് എക്സ്പേർട്ടിന്, ആ ഡൊമെയിൻ എക്സ്പേർട്ടിന് കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് പോസിബിലിറ്റി. ഓക്കെ, ഈ രീതിയിലാണ് പറഞ്ഞത്. സ്ട്രീറ്റ്സ് ഇസ് ഒരു പർട്ടിക്കുലർ കൺട്രിയുടെ മാത്രം, അല്ലെ ഒരു പർട്ടിക്കുലർ കോണ്ടിനെന്റിന്റെ നമുക്ക് നോക്കുവാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രീറ്റ്സ് ഇൻ ദാറ്റ് കോണ്ടിനെന്റ് is 674,339 distinct values, different ആയിട്ടുള്ള values. എന്നാൽ cities in that particular continent is 3,567 distinct values. Provinces അല്ലെങ്കിൽ state are 365 distinct values. എന്നാൽ countries are 15 distinct values. So ഈ ഒരു രീതിയിലാണ് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ഡൊമൈൻ എക്സ്പേർട്ടിന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ they can do the addition. It makes the process of defining concept hierarchy for data warehousing or data mining explicit ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സ് ഇച്ചിരി കൂടെ ഈസിയാണ്. ഓക്കെ, നാലാമത്തേത് സ്പെസിഫിക്കേഷൻ ഓഫ് ഓൺലി എ പാർഷ്യൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. Okay, so ഇവിടെ partial set of a small subsets മാത്രം define ചെയ്ത് വെച്ചിരിക്കുകയാണ്. So the user can include a small subset of relevant attributes in the hierarchy specification. എല്ലാം ചെയ്യേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. Okay, it can be two reasons. ഒന്ന്, അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. രണ്ടാമത്, അത്രയ്ക്കുള്ള നോളജ് ആ പർട്ടിക്കുലർ ഡൊമെയിൻ അല്ലെങ്കിൽ ആ യൂസറിന് ഉള്ളൂ, അതുകൊണ്ട് അറിയാവുന്നതൊക്കെ ചെയ്തു വെച്ചു. ഓക്കെ, ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ചില കാര്യങ്ങൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് ഡേറ്റ സ്കീമയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുമ്പം മീനിങ് വെച്ചിട്ട് there is a tight relationship between the attributes and its values inside the database schema itself. ആ embedded information വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ we can complete the concept hierarchy that was partially defined by the user or expert. ഓക്കെ, എന്നിട്ട് ഇതിലും നമുക്ക് പ്രൊവിഷൻ കൊടുക്കാം. കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഹൈറാർക്കി ഡൊമൈൻ എക്സ്പേർട്ടിന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനോ ഓവർറൈഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻസും കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ ഡേറ്റാബേസിലെ സ്കീമയുടെ ഇൻഫർമേഷൻ വെച്ചിട്ട് അതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മീനിങ് വെച്ചിട്ട് പാർഷ്യലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹൈറാർക്കീസ് അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡറിംഗ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ടും സ്പെസിഫൈ ചെയ്ത് വെക്കാനായിട്ടും കഴിയും. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഡ്രാഗിങ് ഇൻ ദി കോൺസെപ്റ്റ് ഹൈറാർക്കി. സ്കീമയിലെ ഇൻഫർമേഷൻ വെച്ചിട്ട് വി ആർ ഡ്രാഗിങ് ഇൻ ദ കോൺസെപ്റ്റ് ഹൈറാർക്കി.
Okay. Example, suppose that a data mining expert who is serving as an administrator has pinned together 5 attributes: house number, street, city, province or state, and country. ഇത് അഞ്ചും ഒന്നിച്ച് വരണം എന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ സ്കീമ ഡിഫൈൻ ചെയ്ത സമയത്ത് സ്ട്രീറ്റ് മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. സ്ട്രീറ്റ് മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ലോവർ ഹൈറാർക്കി ഹൗസ് നമ്പറിനെ ഗസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ സ്ട്രീറ്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ട്രീറ്റ് ഇന്ന സിറ്റിയിലാണ്, ആ സിറ്റി ഇന്ന സ്റ്റേറ്റിലാണ്, ആ സ്റ്റേറ്റ് ഇന്ന കൺട്രിയിലാണെന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഡ്രാഗിൻ ചെയ്ത് ഇൻഫർമേഷനിലേക്ക് കൊടുക്കാനായിട്ട് കഴിയും. Okay, so if a user were to specify only a particular attribute, then lower hierarchies cannot be dragged in, but higher concepts എല്ലാം പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഡ്രാഗ് ഇൻ ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഇഫ് റിക്വയർഡ് ഇതൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് യൂസറിനെങ്കിൽ they can simply discard that information which has been dragged. Okay, now this is the end of module 2. With this we have completed module 2, and as usual, if there is any doubts, you can contact me. In the next class we will be discussing the previous question papers of module 1 and module 2. Theory questions I will not be giving too much in detail, that I've already covered in your theory lectures. I will be concentrating on the problematic questions in the previous question papers. Thank you.